കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമർപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുരസ്കാരം വിതരണം ചെയ്തു. സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കോടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്ക് സമർപ്പിച്ചു. സഹയാത്രികനായ ചിത്രകാരൻ മനു കള്ളിക്കാടാണ് ശില്പം രൂപകൽപ്പന ചെയ്തത്. തദ്ദേശ സ്വയംഭരണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുരസ്കാരം വിതരണം ചെയ്തു. പൊന്നാനി AV ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ P നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഇതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ 3 കുടുംബശ്രീ CDSകൾക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. കണ്ണൂർ കുറുമാത്തൂർ പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ N റീജ, കാസർഗോഡ് കിനാലൂർ കരിന്തളം പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ ഉഷ രാജു, പൊന്നാനി നഗരസഭ CDS ചെയർപേഴ്സൺ M ധന്യ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. നവോദയയുടെ ഈ സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് നൽകുന്നു. കോടിയേരിയുടെ സ്മരണ ഉയർത്തിപ്പിടിക്കാൻ നിരവധിയായ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വിവിധ മേഖലയിൽ നടക്കുമ്പോൾ അതിലൊന്നുകൂടിയാണ് നവോദയയുടെ ഈ ശ്രമം ഒന്നുകൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുക. സഖാവ് കോടിയേരിയുടെ സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ വളരെയേറെ ശ്രദ്ധേയമായ പ്രവർത്തനം ഒപ്പം കാഴ്ചവെച്ച ഏറ്റവും പ്രമുഖനായ നേതാക്കളിൽ ഒരാളാണ് സൗമ്യതയുടെ അടയാളമായിട്ട് ഈ രാജ്യം കാണുന്ന സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദേശീയ രാഷ്ട്രീയത്തിന് നൽകിയ സംഭാവന കൂടിയാണ്. പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അംഗമെന്ന നിലയിലും നിരവധി വർഷക്കാലം CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമെന്ന നിലയിൽ സംസ്ഥാന കേന്ദ്രത്തിലും MLA ആയി മന്ത്രിയായി നിരവധിയായ സ്ഥാനങ്ങൾ ഏറ്റുവാങ്ങി ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കറപുരളാത്ത കരങ്ങളുടെ ഉടമസ്ഥനാണെന്ന്, കമ്മ്യൂണിസ്റ്റ് ജീവിതമെന്നാൽ ഇതാണെന്ന് ഒരാൾ രൂപം വെച്ച് രാജ്യത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനാവുന്ന അപൂർവം കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ് സഖാവ് പാലോളി. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കുള്ള അനുശോചനത്തോടെയായിരുന്നു തുടക്കം. മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കില ഡയറക്ടർ ഡോക്ടർ ജോയ് ഇളമൺ ജൂറി പ്രഖ്യാപനം നടത്തി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ മുഴുവനും ഒഴിവാക്കിയായിരുന്നു പരിപാടി. ആഘോഷ പരിപാടികൾക്കായി നീക്കിവെച്ച തുകയും ചേർത്ത് ഒന്നാംഘട്ട തുകയായി 10 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പൊന്നാനി നഗരസഭ CDSും കണ്ണൂർ കുറുമാത്തൂർ CDSും ലഭിച്ച പുരസ്കാര തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കോടിയേരി ബാലകൃഷ്ണന്റെയും പാലോളിയുടെയും രാഷ്ട്രീയ ജീവിതം വരച്ചുകാട്ടിയ വീഡിയോ പ്രദർശനവും നടന്നു. CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ്, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ, മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, KV അബ്ദുൽ ഖാദർ, ബിനീഷ് കോടിയേരി, PK ഖലീമുദ്ദീൻ, CP മുഹമ്മദ് കുഞ്ഞി, ഗഫൂർ P ലില്ലീസ്, രഞ്ജിത്ത് വടകര, നന്ദിനി മോഹൻ, അഡ്വക്കേറ്റ് E സിന്ധു എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം കൺവീനർ MM നയീം സ്വാഗതവും ഷമീം നാണത്ത് നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.